ലൈവിൽ അനീഷ് ജയിൽ നോമിനേഷൻ നടത്തുകയാണ്. വീക്കിലി ടാസ്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വീക്കിലി ടാസ്കിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പം എൻ്റെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ ഷാനവാസിനെയാണ്. ഷാനവാസ് ഈ ആഴ്ച കാട്ടിക്കൂട്ടിയ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ആര്യനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ആ കാര്യത്തിൽ ഷാനവാസിൻ്റെ അടുത്ത് ഒരു തരത്തിലുമുള്ള ഒരു ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ കിടന്ന് എന്തൊക്കെയോ പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഷാനവാസിനെ തോന്നുന്നു. ഈ വീട്ടിലെ അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് എനിക്ക് ഷാനവാസിനെ തോന്നി. സഹജീവികളായ കണ്ടസ്റ്റന്റുകളായ ഞങ്ങളോട് അല്പമൊക്കെ സ്നേഹത്തോടെ പെരുമാറാമെന്ന് ഷാനവാസ് ചിന്തിക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട്. ആവശ്യമുള്ളതിനും അല്ലാത്തതിനും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെയായിട്ടുള്ളൊരു സമീപനം എടുത്തു നോക്കിയാൽ എന്നെ തുറന്നു കാട്ടുമെന്ന് നാഴികയ്ക്ക് 400 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ്. എന്തിനാണ് ഷാനവാസ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തന്നെ ചിന്തിച്ചിട്ടൊരു ഉത്തരം കിട്ടുന്നില്ലെന്നും അനീഷ് പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ പല നിലപാടുകളും റോങ് ആയിട്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ഷാനവാസ്. എൻ്റെ സെക്കൻഡ് നോമിനേഷൻ നെവിനാണ്. നെവിൻ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഹാര സാധനങ്ങൾ പാചകം ചെയ്തിട്ട് ഒളിപ്പിച്ച് വെക്കുക, നോൺസെൻസ് എന്നൊക്കെ നെവിൻ ഇരുന്ന് പറയുന്നുണ്ട്. അക്ബർ ഇടയ്ക്കിരുന്ന് എന്തോ പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട് അക്ബർ വേറൊരാളുടെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് കയറരുത്. അക്ബർ പറയുന്നുണ്ട് ഇതൊരു തെറ്റിദ്ധാരണയാണ്, ചിരിച്ചോണ്ടാണ് പറയുന്നത്. അക്ബർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ഒരാഴ്ചയുടെ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. വെസൽ കഴുകാതിരിക്കുക, പിന്നെ ഡൈനിങ് ടേബിളിൽ തന്നെ ആ സാധനങ്ങൾ വെക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണ ഒരു ദിവസം നെവിൻ ബെഡിൽ കിടക്കുമ്പോൾ തലചക്രം കറങ്ങുന്ന പോലെ തിരിയുന്നു, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്ന ദിവസം കൃത്യമായിട്ട് ഒരേ ലെവലിൽ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിലെ കാര്യങ്ങൾ പുറത്തേക്ക് പോയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അനീഷ്. വീക്കെൻഡ് ദിവസങ്ങളിൽ മാത്രം മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചക്രം കറങ്ങുന്ന പോലെ കിടന്നുറങ്ങാറുണ്ട്. അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണെന്നാണ് അനീഷ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായി പോകണം, എന്നാൽ മാത്രമേ പ്രേക്ഷകരുടെ അറ്റൻഷൻ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഫേക്കായിട്ട് ആ ഒരു ഇൻറ്റൻഷനിലൂടെയാണ് നെവിൻ ഇവിടെ നിൽക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് നോമിനേഷൻ നെവിനും ഫസ്റ്റ് നോമിനേഷൻ ഷാനവാസിനെയുമാണ് ഞാൻ പറയുന്നത്.